അസ്സലാമു അലൈക്കും. സോറാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മന്തി ഉണ്ടാക്കാനാണ് പോണത്. മന്തിക്കുള്ള ഇറച്ചി 1.5 കിലോ ഇറച്ചിയാണത്. നമ്മൾ ഇത് വേവിക്കുമ്പോൾ ഇങ്ങനെ പരത്തി വെക്കണം. ഇത് സാധനങ്ങളൊക്കെ ചേർക്കാണ്ട് അതിന് ചേർക്കുന്ന സാധനങ്ങളിതാ. നമ്മൾ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇത് ചതക്കണം. പിന്നെ കനം കുറഞ്ഞ തക്കാളി, ഇറച്ചി വേകുമ്പോൾ കുഴഞ്ഞു വരും. ഇനി കുറച്ച് ചെറിയ ജീരകം, കുരുമുളക്, മാഗി ക്യൂബ് 3 ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇറച്ചിലേക്ക് ചെയ്ത് കൊടുക്കുക. കാണിച്ചു തരാം. നമ്മൾ കുരുമുളക് പൊടിച്ചത് ചതച്ചതിലിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകം കുറച്ചിട്ട് കൊടുക്കുക. ഒന്നെങ്കിലും പറയും ക്യൂബ് 3 പൊടിച്ചത് അത് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ചതച്ചത്, സവാള, തക്കാളി, നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ചോറിലൊന്നും ഒഴിക്കില്ല, നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിൽ കൊടുത്തിട്ടത് എല്ലാം കൂടെ നമുക്കത് തിരുമ്മി സെറ്റാക്കാം. ഉപ്പ് ചേർക്കണ്ട, ഉപ്പ് ക്യൂബിലുണ്ടാവും. അരമണിക്കൂർ വെക്കണം, എന്നാലാണ് സെറ്റാവുള്ളൂ. ഇതൊക്കെ അരി വെള്ളത്തിലിട്ടത് നടക്കി വെക്കണം. ഒന്നിൻ്റെ മേലെ ഒന്നാവരുത്. നമുക്കൊരു ഇതുകൊണ്ട് കുത്തി കൊടുക്കുക. എരിവും മസാല ഒക്കെ പിടിക്കണം. നമുക്ക് ഓരോന്ന് ഇതിനെ കുത്തി ഹോളാക്കി കൊടുക്കാം, ചെറിയ ചെറിയ ഹോള്. അപ്പം ഇങ്ങനെ സെറ്റാക്കിയിട്ട് വെക്കണം, പരത്തി വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. നമ്മൾ വെള്ള അരിയാണ് മേടിച്ചിരിക്കണം മന്തിൻ്റെ. ഇതുകൊണ്ടാണ് ചോറ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ ഇടട്ടെ. മന്തിക്കുള്ള ചിക്കൻ നമ്മൾക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ. നമ്മൾ മല്ലിച്ചപ്പ് ഇടാനും മറന്നു മക്കളെ. അപ്പം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മണം കിട്ടിക്കോളും. ഇത് സാധനം വെന്തിട്ടില്ല. നമ്മൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുവപ്പട്ട ഉണ്ട്, 4-5 ഗ്രാമ്പൂവ്, ഏലക്കായ വെള്ളത്തിലിട്ട് കൊടുക്കുക. വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മൾ അരി ഇടണം. ചെറുനാരങ്ങ ഇടുന്നുണ്ട് കേട്ടോ. ചോറ് നമ്മൾ അടുപ്പത്തുണ്ട്, അത് വേവാനായിക്കണ്. നമ്മൾ ചിക്കനിലേക്ക് മന്തി മസാല കുറച്ച് ആഡ് ചെയ്യും. ചോറിൽ കുറച്ച് മന്തി മസാല ഇടുന്നു കേട്ടോ. ചോറ് ഇതിലേക്ക് ഇടുക കേട്ടോ. ചൂട് കൊടുക്കാൻ ഇടണം, എന്നാലാണ്. നമ്മൾ കളറൊന്നും ഒഴിച്ച് കൊടുക്കണില്ല. മഞ്ഞപ്പൊടി കലക്കിയിട്ട് അത് ഇങ്ങനെ ഇട്ടെടുക്കും, ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി ഇതിൻ്റെ മേലൊക്കെ ചോറ് ഇട്ടോ. മൂന്നാല് മുളക് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അത് ചോറ് തിന്നുമ്പോൾ നമുക്ക് എടുത്ത് തിന്നും ചെയ്യുന്ന ടേസ്റ്റ് ഉണ്ടാവും. ഒരു
പാത്രം വെക്കുക. കണലിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പുക അങ്ങനെ നമ്മളെ മന്തി റെഡി ആയിട്ട് കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.